ആദ്യം തന്നെ സന്തോഷം, നല്ല സിനിമ കണ്ടിരുന്നു, ഇഷ്ടപ്പെട്ടു. അതിന് ടീമിന് ഒരു നന്ദി പറയുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം കുറേ നാളുകളായി ഇത്തരം ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് അമ്മയും മോളുമായുള്ള ബന്ധം, അച്ഛനും മോനുമായ ബന്ധം, ഇങ്ങനെ പല സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് പ്രത്യേക ട്രാക്കിലാണ് ഈ സിനിമ കൊണ്ടുപോയത്. അത് സംവിധാനം തന്നെയാണ് ചോദ്യം. ഒരു കോമഡി ഉണ്ട്, നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്, ഫാമിലി ഇമോഷൻ ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു സിനിമ. ഈ സിനിമ ചെയ്യുമ്പോൾ എന്താണ് താങ്കളുടെ മനസ്സിൽ ഓടിയെത്തിയത്? ഇപ്പം നമ്മുടെ ഇമോഷൻസിൽ പേടിയും ചിരിയും, അത് രണ്ട് ഭയങ്കര എക്സ്ട്രീം ഇമോഷൻസിൽ വരുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മീറ്റർ കൃത്യമായിട്ട് പോയാൽ മാത്രം ചിരി വരികയും, ഇമോഷൻസ് വേണ്ടടുത്ത് ആ മീറ്റർ കൃത്യമായി വരികയും, പേടി വേണ്ടടുത്ത് പേടിയും കൃത്യമായി വരികയും വേണ്ട ഒരു സിനിമയുടെ ജോണറാണ് ഇപ്പം ഞങ്ങളുടെ ഹലോ കോമഡിയുടെ ജോണർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇതിനകത്ത് ആർട്ടിസ്റ്റുകളായി വന്ന ആൾക്കാർ, എസ്പെഷ്യലി ഷർഫുദ്ദീൻ. അപ്പം ഈ സിനിമയിൽ ഫസ്റ്റ് ചോയ്സിലേക്ക് പോലും ഞങ്ങൾക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഷർഫുദ്ദീൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൽ ഞങ്ങൾ ലാൻഡ് ആയതും ഇതിനകത്ത് കുറച്ച് പരിപാടികളുണ്ട്. ആ പരിപാടികൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ ടെംപ്ലേറ്റ് ഇതിനകത്തുണ്ട്. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വന്ന ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസിൽ ഭയങ്കര സേഫ് ആയിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ മാസ് സീക്വൻസുകളുണ്ടല്ലോ, അപ്പം അത് ഇപ്പോഴത്തെ ഒരു സ്ലൈസ് ഓഫ് ജോണർ സിനിമകളിലാണല്ലോ ഷർഫ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഓവർ ദ ടോപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടാണോ അവിടെ ഒരു സൂപ്പർ പവർ വരുമ്പോഴാണ് ഇങ്ങനെ അയാൾ മാസ് ഹീറോ ആയി ട്രാൻസ്ഫോം ആവുന്നത്? അത് അങ്ങനെ വെച്ചത് ഡെലിബറേറ്റ്ലി വെച്ചതാണ്? അവിടെയും ഞാൻ പറഞ്ഞത് അതാണ്, അവിടെയും ഞാനാണത് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോൾ അത് ഇതില്ല. നമുക്ക് അവിടെ കിട്ടുന്ന ആ സപ്പോർട്ട് അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്കും അത് വർക്കാവാൻ ചാൻസ് ഇല്ല. അവിടെ കിട്ടിയ ആ ഒരു കാര്യമാണ് അതിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് പെരുമാറാന്നുള്ളതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ആ ക്യാരക്ടർ, എന്തായാലും ബോണി എന്ന് പറയുന്ന ക്യാരക്ടറിന് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സപ്പോർട്ടിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഐശ്വര്യ, ഷറഫ് രണ്ടുപേരോടാണ് ചോദ്യം. കാരണം ഇതിനകത്ത് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് CG ഫുട്ടേജ് ഉണ്ട് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതിനെങ്ങനെ റിയാക്ട് ചെയ്യുക? നിങ്ങൾ രണ്ടുപേരും എൻ്റെ അറിവിൽ അങ്ങനെ ഇപ്പം ഐശ്വര്യക്ക് പൊന്നിയിൻ സെൽവനിലൊക്കെ അങ്ങനെ ചിലപ്പോൾ CG ഷോട്ട്സിന്റെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇത്രയും ഹൈ ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഇത്രയും ലെങ്തി ആയിട്ടുള്ള സീക്വൻസുകളുടെ ഭാഗമായിട്ടുണ്ടാവില്ല. അതിനെങ്ങനെ റിയാക്ട് ചെയ്യുക, അത് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുതിയ ലേണിംഗ് ആയിരുന്നു. ഞാനിതിന്റെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരു ദിവസം ഇതുപോലെ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ ഈ എടപ്പള്ളിയിൽ ഇങ്ങനെ ചായ കുടിച്ചപ്പോൾ കുറേ പേര് അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് നമ്മൾ പറയുക. അപ്പൊ അവര് പെട്ടെന്ന് വന്ന് എനിക്ക് ഷെയ്ക്കനൊക്കെ തന്നിട്ട് പറഞ്ഞു, ഞങ്ങള് പടം കണ്ടിട്ട് വന്നു പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ, ഏത് പടമാണ് ഇപ്പോൾ റീസെന്റ് ബോഗണ്ടിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അപ്പോഴാണ് ഇവരാണ് പിക്ടോറിയൽ എഫക്ട്സ്, ഇവരാണ് നമ്മുടെ സിനിമ VFX ചെയ്യുന്നത്. അവരുടെ ഓഫീസിന്റെ തൊട്ട് താഴെയുള്ള ഒരു കടയിലാണ് ഞാൻ ചായ കുടിച്ചത്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പോയി അകത്ത് നിന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയതും അവർക്ക് അതുപോലെ തന്നെ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയതും ഈ ടൊർണാഡോ ഒക്കെ ഉണ്ടാകുന്ന ആ സ്പേസുകളിൽ അതിനനുസരിച്ചിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവർക്കൊരു വലിയൊരു ചാലഞ്ചിങ് പെർഫോമൻസിന്റെ ബാക്കിംഗ് കൂടി വേണമല്ലോ. അതെ, പക്ഷെ അത് എനിക്കറിയില്ല. ഇപ്പൊ ഇതിനൊരു ബഡ്ജറ്റിന്റെ ബാക്കിംഗ് കൂടി വേണം, അല്ലെ? അപ്പോ ചിലപ്പോ ഞാൻ അത്രയിട്ട് ചിലപ്പോ പ്രൊഡ്യൂസർക്കായിരിക്കും ചിലപ്പോ പ്രശ്നം വരിക. അപ്പോ എന്താ പറയാ, അത് എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇല്ലാത്ത ഒരു സാധനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതെന്റെ ഒരു തോന്നലും എൻ്റെ ഒരു ലോജിക്കലും ഞാൻ ചെയ്തതാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നുട്ടോ. സെയിം ആണ് എനിക്കും. എനിക്ക് ആ ഒരു എൻറ്റിറ്റി എനിക്ക് റിയൽ ആണ്, ആ ഫീലിംഗ് എനിക്ക്, ആ ഇമോഷൻ എനിക്ക് റിയൽ ആണ്. അപ്പൊ അതിൽ ബിലീവ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ഒന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിക്ക് അത് ഞാൻ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തു, ആൻറ്റിക്ക് വന്ന ഇമോഷൻസ് ഒക്കെ. അപ്പോൾ അത് വർക്കായി എന്നാണ് തോന്നുന്നത്, കിട്ടിയെന്നാണ് തോന്നുന്നത്. ഇതിന്റെ കൂട്ടത്തിലൊരു കാര്യം പറയും, നമ്മുടെ ബോളിവുഡിൽ എനിക്ക് പേര് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബോളിവുഡിൽ ഒരു വലിയ നടന്റെ മമ്മി കൂടെ ഉണ്ടെന്ന നടന് ഒരു വിചാരമുണ്ട്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ആ ആക്ടർ അങ്ങനെയാണ്. മനസ്സിലായോ? അത് അദ്ദേഹത്തിന്റെ വിചാരം അങ്ങനെയാണ്, അത് മമ്മി കൂടെ ഉണ്ടെന്നാണ്. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്, ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്.
അത് ഞാൻ ഈ അടുത്ത് എൻ്റെ അടുത്ത് ഫ്രൈഡേയിൽ വിജയ് ബാബു ചേട്ടനാണ് പറഞ്ഞത് ഇങ്ങനൊരു നമ്മുടെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം. അപ്പം അത് വേറൊരു അത് അപ്പൊ ശരിക്കും ഉണ്ടത്. അതെ, ഒരു ക്വസ്റ്റ്യൻ അയ്യോ അല്ല, ആക്ച്വലി ബോളിവുഡിലെ ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കണ്ടിട്ടുള്ളത് ഇതുപോലത്തെ. അപ്പോൾ ഈ അക്ഷയ് കുമാർ പോലത്തെ ആർട്ടിസ്റ്റ്, നമ്മുടെ റിതേഷ് ദേശ്മുഖ്, അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനത്തെ കുറെ ഹ്യൂമർ, കോമഡി അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, മീൻസ് ഹൊറർ ആയിട്ടുള്ള. അപ്പൊ അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? മീൻസ് ഒരു ബോളിവുഡ് ടച്ച് കിട്ടാൻ വേണ്ടി കഥ എഴുതിയപ്പോ റൈറ്ററിനോടാ? നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ, നമ്മൾ കണ്ട് പരിചയം ഇല്ലാത്ത ഒരു സാധനം കൊണ്ടുവരണം എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആക്ടർ സണ്ണി ഹിന്ദിച്ച പോലുള്ള റെയിൽവേ മാനൊക്കെ ചെയ്ത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതിനും വലിയ കാര്യങ്ങളുണ്ടായി. അയാൾ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, പ്രൊഡക്ഷൻ, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ആ ക്യാരക്ടർ അത്രയും എന്താ പറയുക, അതുപോലത്തെ വിഷ്വൽസും. ഇപ്പം എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എടുത്ത് പറയുന്ന കാര്യമാണ് സി ജി പിക്ടോറിയൽ എന്ന് പറയുന്നത് ഇടപെടി തന്നെയാണ്. പക്ഷെ അപ്പോൾ ഓൾറെഡി പറഞ്ഞു. അപ്പം നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു മലയാളത്തിൽ ഇങ്ങനൊരു സാധനം ഇത്ര ക്ലാരിറ്റിയോട് കൂടി ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു 3 സീൻ്റെ കട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കോൺഫിഡൻ്റ് ആവുകയും തുടർന്ന് എന്താ പറയുന്നത് കൈവിട്ട് കളിച്ചോ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവരുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ബോളിവുഡ് ടച്ച് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. താങ്ക് യു സോ മച്ച്. ഷാർഫിക്കയുടെ അടുത്ത് ചോദിക്കാനാണ്, അടുത്തൊരു റിതേഷ് ദേശ്മുഖ് ആകാൻ ചാൻസ് ഉണ്ടോ? റിതേഷ് ദേശ്മുഖ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്, ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. അദ്ദേഹം പടങ്ങൾ ചെയ്യുന്നത് ഭയങ്കര കുറവാണെന്ന് ബട്ട് നല്ല ഹ്യൂമർ ആയിട്ടുള്ളതും പിന്നെ നല്ല ജോണേഴ്സ് ഉള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ജോണറൊക്കെ എനിക്ക് അതിനേക്കാളും ഭയങ്കര വർക്കായിട്ട് തോന്നിയത് സ്ട്രീറ്റ് ടൂറിൽ രാജ്കുമാർ റാവുവിന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഐഡിയക്കുള്ള ഒരു ഒറിജിനാലിറ്റി, ഇപ്പൊ ഈ പറയുന്ന സിനിമകളിൽ പലതും നമ്മുടെ റീമേക്കുകളാണെന്നുള്ളതാണ് ഈ ബോളിവുഡ് ടച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴുള്ള പ്രശ്നം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ബൂൽബുലയ്യ നമ്മുടെ ആണെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി അല്ലേ. അപ്പോ ഇവിടുന്ന് പോയതാണ് എല്ലാ പരിപാടിയും. അപ്പൊ അതുപോലെ ഈ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയുടെ ഈ ഐഡിയ ആക്ച്വലി നിങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, ഈ ഒരു ഐഡിയ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലേ, ഈ ഒരു സിറ്റുവേഷൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം ആ സിറ്റുവേഷനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതും അത്യാവശ്യം ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും ഒരു ബോളിവുഡ് ലെവൽ വന്നു, അതുകൊണ്ടാണ് എനിക്ക് ചോദിച്ചത്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ആയതുകൊണ്ടേ അതാ ചോദിച്ചത്. ഓ, അപ്പൊ നോർത്ത് ഇന്ത്യയിലായിരിക്കും ന്യൂസ് വരുന്നതല്ലേ? ഇപ്പൊ തൽക്കാലം ഇവിടെ തന്നെ കരിമകൾ അമ്പലങ്ങളും. അതിലൊരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഒരു സ്പോണ്ടേനിറ്റി ഉണ്ടല്ലോ, തമാശ ഉണ്ടാക്കാനും കൗണ്ടർ പറയാനും ഒക്കെ, അല്ലെങ്കിൽ ഒരു ഡയലോഗ് എൻഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനൊക്കെ. അത് പിന്നീട് ഇപ്പൊ തല്ലുമാല ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ഹലോമയിൽ ഉൾപ്പെടെ ഒക്കെ വന്നതിൽ എത്രമാത്രം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? തല്ലുമാലയുടെ ഒരു കോണ്ടെക്സ്റ്റിന് ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൈൻഡ് ഓഫ് കോണ്ടന്റുകളുടെ സഹായം എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഏരിയയാണ്. പക്ഷെ ഇവിടെ സാഞ്ചോബായുടെ അടുത്തോ അല്ലെങ്കിൽ വൈശാഖോടെ അടുത്തോ എനിക്ക് ഓപ്പണായിട്ട് ചോദിക്കാം, ഇങ്ങനൊരു സംഭവം പറയാമോ, ഇങ്ങനൊരു സംഭവം ചെയ്യാമോ. പക്ഷെ അതെല്ലാവരുടെ അടുത്തും പറ്റിക്കൊള്ളണമെന്നും ഇല്ല. അപ്പം അങ്ങനെ പറ്റിയിട്ടുണ്ട്, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സംഭവങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ ജോമോൻ്റെ കാര്യങ്ങൾ സീൻസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഒരു പക്ഷെ അതിന് ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്, അത് ഒരു സംഭവം നമ്മളൊരു സീനിൽ പറഞ്ഞു അതവർ അപ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് പടത്തിലുടനീളം അവർ സപ്പോർട്ട് തന്നിട്ടുണ്ട്.